ഇന്ത്യൻ കശുവണ്ടി US-ൽ വീണ്ടും ടേസ്റ്റിയാകുന്നു. ഭക്ഷണത്തിൽ മായം ചേർക്കൽ. ഭക്ഷ്യവസ്തുക്കളിലെ മായം ചേർക്കലിനെ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ ശക്തമായ വകുപ്പുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ സർക്കാർ ഒരുങ്ങുകയാണ്. മായം കലർത്തുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ പിഴയും ജീവപര്യന്തം തടവും ലഭിച്ചേക്കാവുന്ന ഭക്ഷ്യസുരക്ഷാ നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ഇതിന് രൂപം നൽകിയിരിക്കുന്നത്. പ്രസ്താവനകൾക്ക് ഒരു കുറവുമില്ല, എത്ര പ്രസ്താവിച്ചാലും ഒരു മടുപ്പില്ല. അങ്ങനെ ഒരു വർഗം. ശീതളൻ സാറേ, എന്താണ്? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. പക്ഷേ മുടി 2 സൈഡിലേക്കും പിന്നീട് കുറെ കൂടി ഭംഗിണ്ടായിരുന്നു. അയ്യോ, ഇനിയിപ്പോ സമയമുണ്ടോ? നമ്മൾ പോവാറായില്ലേ? മുടി മാറ്റിയാണെങ്കിൽ മിടിയും ടോപ്പായിരിക്കും ഭംഗി. തന്നെ കെട്ടികളോട് പോയി പറയണോ മിടി ടോപ്പിട്ട് അതിനെന്താ, നമ്മൾ ഫാഷൻ പാരഡിന് പോവാണോ അതോ ഫുഡ് ഇൻസ്പെക്ഷന് പോവാണോ? അല്ല, 4 പേര് കൂടുന്ന സ്ഥലല്ലേ, ആരെങ്കിലൊക്കെ എന്നെ ഒന്ന് കണ്ടോട്ടെ. എന്നാ പൂരപ്പറമ്പിൽ പോയി നിൽക്കും. ഉദ്യോഗസ്ഥർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന മന്ത്രിയുടെ പ്രസ്താവന. അതുകൊണ്ടല്ലേ ഞാൻ ഉണർന്ന് പ്രവർത്തിക്കണ. ഈ മാല, ഈ കമ്മല്, ഈ വള, പിന്നെ ഈ ഗ്ലാസ്, ഇതൊക്കെ ഞാൻ കാശ് എടുത്ത് വാങ്ങിച്ചത് എന്തിനാ? കാശ് കുറെ ചെലവാകും. അതെ, നേരം പോയി പോവാൻ നോക്കാം നമുക്ക്. ഐ ആം റെഡി. മാഡം പുറത്തേക്ക് പോവാണോ? അതെന്തേ? മുളക് പൊടി തീർന്നു. അയ്യോ, അതിപ്പോ ഞാൻ എടുത്തു തരാലോ. വേറെ എന്തെങ്കിലും വേണോ? മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ കുറച്ച് പച്ചക്കറി വേണം. പച്ചക്കറി തീർന്നു പോയി, ഫ്രഷ് ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യൂ, വൈകിട്ട് വന്നോളൂ, മായം ചേർക്കാത്ത തരാം. ഇപ്പൊ എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സാമ്പാർ പൊടി. ഓക്കെ. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി. അതെ, നല്ല മൈദപ്പൊടി വന്നിട്ടുണ്ട്. ഇന്നലെ മേടിച്ചിട്ട് കൊണ്ടോ? ആണോ? പായസത്തിന്റെ അരി വന്നിട്ടുണ്ടോ? പായസത്തിന്റെ ഞങ്ങളിത് പോണ്ട് പുറത്തേക്ക് കിട്ടുമോ നോക്കട്ടെ. കിട്ടിയോ കൊണ്ടാ. മല്ലിപ്പൊടി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി ഉണ്ട്, മുളക് പൊടി ഉണ്ട്. അയ്യോ, സാമ്പാർ പൊടി കഴിഞ്ഞു. മായ കലർന്നാലും വെറുതെ കൊണ്ടുപോകണവര് കൊണ്ടുപോകാലോ. അതെ, മുളക് പൊടി, മല്ലിപ്പൊടി മാത്രമേ ഉള്ളൂ. സാമ്പാർ പൊടി, മഞ്ഞപ്പൊടിയും കഴിഞ്ഞു പോയി. ഇന്ന് വൈകുന്നേരം പച്ചക്കറി വാങ്ങിക്കാൻ വരില്ലേ? അപ്പൊ തരാട്ടോ. എത്രയും? അത് മായം ചേർക്കാത്തതിന് നമ്മള് കണക്കൊന്നും അങ്ങനെ പറയാറില്ലല്ലോ. അതെനിക്ക് അറിയില്ലേ മേഡം. അപ്പൊ വൈകിട്ട് വരാം. ശരി 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 ശരി. അതെ, ഞങ്ങൾക്കുള്ള വീട് ഇതുവരെ കിട്ടിയില്ല. ഈ അയൽപക്കത്തുള്ള സകല പീടിയൊന്നും സാധനങ്ങൾ പെറുക്കി കൊണ്ടു പേക്കത് തരുന്നത് ഞങ്ങളാണ്. പേടിക്കണ്ട, കണക്കൊക്കെ ഞാൻ വെക്കണ്ട. ഞാൻ തരാണ്ടിരിക്കോ? അല്ല, അത് തരാണ്ടിരിക്കും. അതാണ് ഞാൻ ചോദിക്കുന്നത്. തരും എന്ന് പറയണല്ലോ, തരുന്നില്ലല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കിട്ടുന്ന വഴി നോക്കണം. ഇന്ന് വൈകുന്നേരം എല്ലാം സെറ്റിൽ ചെയ്തിരിക്കും. പോവാം. ഗന്ധിയിലവിടെ വാ, പോവാ. 150. എത്ര? 150. 150 അവിടെ നിൽക്കട്ടെ. ഈ 150 രൂപയ്ക്ക് കൊടുത്ത സാധനങ്ങൾ നല്ലതാണോ നിങ്ങളുടെ? പിന്നെ നിങ്ങള് കഴിച്ചില്ലേ? ഞങ്ങൾ കഴിച്ചോന്നിരിക്കട്ടെ. ഈ സാധനങ്ങൾ നല്ലതാണോ ചീത്തതാണോ ചോദ്യം? നല്ലതാണല്ലോ. നല്ലതാണ്. അതെ, ആരെയും ഓണം ഉപ്പ മുളകുന്ന ആളെ വിളിക്ക്. ആളെ വിളിക്കുന്നീ. ഞങ്ങൾ ആരാന്ന് ഈ കണറ കണ്ടിട്ട് മനസ്സിലായില്ലേ നിനക്ക്? ഞങ്ങൾ ഫുഡ് ഇൻസ്പെക്ടർ ആണ്. ഫുഡ് ഇൻസ്പെക്ടർ അല്ല. നീ ഓണറിനെ വിളിക്ക്. ഉപ്പ് മുളക് വന്നിരിക്കുന്നു. എന്താ പ്രശ്നം? നിങ്ങളാണ് ഓണർ? ഞമ്മള് മൊയ്തു. എന്താണ് ഈ സാധനം? എന്താണ് ഇത്? പഴംപൊരി. പഴംപൊരി അല്ല, ഇന്ന് വന്ന ഈ ഓയില്. ഇതെന്താണ് സാധനം? നല്ല ഓയില്. നല്ല ഓയിലേ. എടാ, ഇത് മിനറൽ ഓയിൽ അല്ല, മിനറൽ ഓയില്. മിക്സിംഗ് ഉണ്ട്, പക്ഷെ കൂടുതലും മറ്റേ തന്നെയാണ്. കളിക്കലേ. എടോ, ഈ മിനറൽ ഓയിലൊക്കെ ഉപയോഗിച്ചുണ്ടാക്കണ ഭക്ഷണം കോശവിഭജനത്തിന് കാരണാവും. ആർക്ക്? കോശവിഭജനം. ഞാൻ വിചാരിച്ചു മനുഷ്യന്മാര് ചത്തു ഉപയോഗിക്കുന്നത്. അതന്നെ. ഒരിക്കൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും 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 ഉപയോഗിച്ച് അതിൽ പൊരിച്ചെടുത്ത സാധനങ്ങൾ കഴിച്ച ക്യാൻസർ വരെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രശ്നമുണ്ടോ? ഇല്ല, ദുനിയാവിൽ ഇപ്പൊ എല്ലാരും ഇതൊക്കെ തന്നെ ചെയ്യണേ. അതാ, അങ്ങനെ ദുനിയാവിൽ ചെയ്യുന്ന കാര്യങ്ങൾ പിടിക്കാനാണ് ഞങ്ങളെ പോലുള്ളവർ നടക്കുന്നത്. അറിയാം നിനക്ക്? വെറുതെ അല്ല പാന്റും ഷർട്ടും സാരി കൊടുത്ത് നടക്കുന്നത്. എന്താ കളിക്കുന്നത് നീ? സത്യശീല പുറത്തു സാറുമാരാണ് കളിക്കാൻ നിൽക്കും. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതെന്താണ് ഇവിടെ ചായലിടുന്നത്? സാക്രീനാണോ അതോ പഞ്ചസാരയാണോ? എന്താണ് സാറ് ജീവിച്ചു പോണ്ട? നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയ നമ്മളെന്താക്കും? മറ്റുള്ളവരെ കൊന്നിട്ടാണ് ഈ ജാതി സാധനങ്ങൾ വിറ്റ് നിങ്ങൾ ജീവിക്കുന്നത്. സാറേ, ഉഴുന്നുവട 3-4 ദിവസത്തെ പഴക്കമുണ്ട്. 3-4 ദിവസത്തെ പഴക്കമുണ്ട്. ഇതെങ്ങനെയാണ് ഈ നാട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്? അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ അവിടെ സൗകര്യം ഉണ്ട്. സൗകര്യം ഉണ്ട് അല്ലേ? ഇതെന്താ പേര്? എന്റെ പേര് മൊയ്തു. അന്റെ പേരല്ലേ ചോദിച്ചു. ഇതിന്റെ പേരെന്താ? ഉഴുന്നുവട കണ്ടറിയില്ലേ? ഉഴുന്നുവടയാണ്. ഇതാണ് ഉഴുന്നുവട വലിപ്പം. ഇതാണ് ഉഴുന്നുവട തോള. അത് ഞാൻ ഈ മാറിനോട് പറയണം. ഉഴുന്നുവട ഉണ്ടാക്കുമ്പോ കുറച്ച് ബെൽറ്റാക്കി നോക്ക്.
വളരെ പേരും പറഞ്ഞില്ല നിങ്ങളുടെ തല്ലും മഴക്കും കാണാനില്ല ഞങ്ങൾ വന്നത്. ഇപ്പൊ കാര്യം എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇന്നലത്തെ ചോറ് ഇന്നത്തെ ഇഡ്ഡലി, ഇന്നത്തെ വട നാളത്തെ രസമാണ്. എന്താ കളിക്കാൻ നിങ്ങൾ? നിങ്ങൾ മുമ്പ് ഹോട്ടലെടുത്തിനോ? എന്റെ അച്ഛനൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അതാണ് അല്ല എന്തോ ഒരു ഇത് ഉള്ള പോലെ തോന്നി. അത് വേണ്ട, അത് വേണ്ട. മാഡം ഫിഷ് ഫ്രൈ. ഓ എന്താ ഒരു ഭംഗി. ഞാൻ അത് പറഞ്ഞില്ലേ രാവിലെ തന്നെ, നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഡോ താൻ ഇതിന് ലിപ്സ്റ്റിക്കും റൂഷും ഫേസ് ക്രീം ഒക്കെ ഇട്ട് കൊടുക്കണ്ടോ? ആര് ഞമ്മളോ? താനല്ല തന്റെ കെട്ടിയോള് ഈ മീനിന്. അല്ല മീന് ലിസ്റ്റിപ്പിക്കൊക്കെ ഇടുവോ? അല്ല ഇപ്പറത്തെ സാധനം ഇടുവോ മീനൊക്കെ? എന്താ ഇതിന്റെ ഒരു എടുപ്പ്. പരമാവധി നല്ല കളറും ഉണ്ട്, നല്ല ടേസ്റ്റാ സാറേ. 80 ഉറുപ്പ്യ ഉള്ളൂ ഒന്നിന്. ഡോ താൻ എന്തൊക്കെ കളറാ ഇതിൽ തേച്ച് പിടിപ്പിച്ചു വെച്ചിരിക്കണേ? സാറേ 2 ആഴ്ചയെങ്കിലായി കാണും കടലിന്ന് വന്നിട്ട്. ഒരാഴ്ച ഫ്രീസറില്, അടുത്ത ആഴ്ച ഇവിടെ കുളിപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കല്ലേ? ഇനി ഒരാഴ്ച റോഡിൽ കൂടെ ചുരിദാർത്ത് നടത്തു വരും. അതാ പാർട്ടികൾ. വെറുതെ അല്ല രോഗികളുടെ എണ്ണം കൂടുന്നത്. കറക്റ്റ്. കേട്ട് പഠിക്കും. ഓം വിവരമില്ലാണ്ട് ഓരോന്ന് പറയാന്ന് സത്യശീല. വിവരില്ലാത്ത ആർക്കാന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം. നാളെ ഓഫീസിലേക്ക് വാ, അപ്പൊ പറഞ്ഞുതരാം ഞങ്ങൾ. ആര് ഞാനോ? പിന്നെ അല്ലാണ്ട് ആരെയാണ് കട? അപ്പൊ താൻ തന്നെ പറഞ്ഞു. നീ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ? ആ ചിക്കൻ ഫ്രൈ അങ്ങോട്ട് ഇറങ്ങ്. പഠിച്ചോനെ. അല്ലോ ഇതെന്തത്? ചിക്കൻ ഫ്രൈയാ? അല്ലാതെ ഇവിടെ ആഗസ്റ്റ് 15 ഇത് ഞങ്ങളുടെ പുതിയൊരു ടെക്നിക്കാണേ. വെക്കേഷൻ സമയമാണല്ലോ അപ്പൊ കുട്ടികളെ ആകർഷിപ്പിക്കാൻ വേണ്ടിട്ട് ഗ്രീൻ ചിക്കൻ, യെല്ലോ ചിക്കൻ, റെഡ് ചിക്കൻ ഒക്കെ ആയിട്ട്. ഇത് തന്നെയാണോ താൻ തന്റെ കുട്ടികൾക്കും കൊടുക്കണേ? അയ്യയ്യേ, കുട്ടികൾക്ക് പെണ്ണുങ്ങൾ വീട്ടില് ഒറിജിനൽ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അത് ഞങ്ങൾ കൊടുക്കും. ഇത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് കളർ വെച്ചിട്ട് അവരെ കൊല്ലാൻ വേണ്ടി വെച്ചിരിക്കാണ്. അതിന് ഈ ബ്രോയിലർ ചിക്കനിൽ കുഴപ്പമില്ലല്ലോ. ആരാ പറഞ്ഞു? നാട്ടുകാർ പറയണ്ടല്ലോ. ബ്രോയിലർ ചിക്കനിൽ ഹോർമോൺ കുത്തിവെക്കുന്നുണ്ട്. മാത്രല്ല അതിന്റെ മണവും ടേസ്റ്റും കൂട്ടാനായിട്ട് മോണോ സോഡിയം ഗ്ലൂക്കോമേറ്റ് എന്ന വിഷവസ്തുവല്ലേ നിങ്ങൾ ചേർക്കണേ? ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുവാനും തലച്ചോറിലെ കോശങ്ങളെ കേടാക്കാനും ഇതിന് കഴിയും. തലവേദന, അമിത ക്ഷീണം, ശ്വാസ തടസ്സം വരെ ഇത് മൂലം ഉണ്ടാവും. This is too much. അതെ, നിങ്ങളൊന്ന് പതുക്കെ പറയും മേഡം, നാട്ടുകാർ കേൾക്കൂത്. കേക്കട്ടോ നാട്ടുകാര്. എന്താണ് ഈ സാധനത്തിന്റെ മുകളിലൊക്കെ തേച്ചിട്ട് ആൾക്കാരെ പറ്റിക്കണമെന്ന് നാട്ടുകാരെ അറിയട്ടെ. ഇതെന്താണ്? നിങ്ങൾ അങ്ങനെ നാട്ടുകാരെ നന്നാക്കാറ് നിൽക്കണ്ട. അങ്ങനെ നാട്ടുകാർ നന്നാണെങ്കിൽ നേരത്തെ നന്നാവുണ്ടിനി. സിഗരറ്റ് പാക്കിന്റെ മേലെ എഴുതി വെച്ചിട്ടില്ലേ ഇത് വലിക്കരുതെന്ന്? മദ്യത്തിന്റെ മേലെ എഴുതി വെച്ചില്ലേ ഇത് കുടിക്കരുത്? നാട്ടുകാർ കേൾക്കുണ്ടോ അത്? അങ്ങനെ കേൾക്കാൻ വിവരമില്ലാത്ത നാട്ടുകാരുള്ളതുകൊണ്ടാണ് നിങ്ങളെ പൊള്ളവരെ പിടിക്കാൻ ഞങ്ങളെ പോലുള്ള ആൾക്കാരെ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്നത്. അറിയാം എനിക്ക്. നിങ്ങൾക്കിപ്പോ എന്താ മാണ്ടി? നമുക്ക് ചിക്കനോ ഫിഷോ എന്തെങ്കിലും എടുത്താലോ? ഫിഷ് ആകുമ്പോ ഫ്രഷ് ആണ് മേഡം. ഫോർമലിനും അമോണിയും പിന്നെ നിങ്ങൾ ഇവിടെ ഉപയോഗിച്ച് വയസ്സായ എണ്ണയും ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരു റിപ്പോർട്ട് അങ്ങോട്ട് അയക്കട്ടെ. എവിടേക്ക്? ലാബിലേക്ക്. ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡില്ലേ, എടുത്ത് വണ്ടി കയറ്റി. ഈ പാക്ക് ചെയ്ത് വന്ന ഫുഡ് ഉണ്ടല്ലോ, അതിലുള്ള മെറ്റാനിൻ യെല്ലോ, ലെഡ് ക്രോമേറ്റ്, ഇതിന്റെയൊക്കെ സൈഡ് എഫക്ട്സ് കിഡ്നി, ലിവർ, ബ്രെയിൻ, വയറ് ഇതിനെയൊക്കെ ബാധിക്കും. കൂടാതെ ജനറ്റിക്കൽ പ്രോബ്ലംസ്. സാർമാരെ, നല്ലൊരു കച്ചവടം നടക്കുന്ന സമയമാണ്. നിങ്ങൾ ഇപ്പൊ ഇന്നേരം ഉണ്ടാക്കില്ലേ? ഞാൻ അവിടെ വന്ന് കണ്ടോളൂ വേണമെങ്കിലേ. നിങ്ങളുടെ കച്ചവടം നന്നാക്കാൻ വന്നവരല്ലേ ഞങ്ങൾ നാട്ടുകാരെ രക്ഷിക്കാൻ വന്നവരാണ്. മനസ്സിലായി നിനക്ക്? നാളെ ഓഫീസിലേക്ക് വരും, അപ്പൊ കാണിച്ചാരാ എന്താന്ന്. ഇതെന്താണ് കഥകളി? ആരാണത്? ഞാൻ പോയി സുക്കൂറെ പണം തച്ചു കൊടുക്ക്. സത്യശീല MA വരെ പഠിച്ചിരിക്കണം, പക്ഷെ പിരാന്തായി പോയി. ഞങ്ങളെ പിരാന്താക്കാണ്ട് നാളെ അങ്ങോട്ട് വരും ഓഫീസിലേക്ക്. ആര് ഞമ്മളാ? അല്ല, ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ച കോഴി നിങ്ങളല്ലേ ഹോട്ടല്. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞണം. ആ പേപ്പറിൽ ഒപ്പിടി. ഈ പേപ്പറിൽ ഒപ്പിട്. നിങ്ങൾ എന്താ ഒപ്പിട്ടാല്? ആ ഒപ്പിട്. കളിക്കാൻ നിൽക്കാണ്. ഇവിടെയാ? അതാ അവിടെ ഒപ്പിട്. ഇനി നാളെ ഓഫീസിലേക്ക് വരും, ബാക്കി അവിടെ നിന്ന് സംസാരിക്കാം. സാധനം പിടിച്ച് കൊണ്ടുപോകണം. കിഡ്നി, ലിവർ, ബ്രെയിൻ. മര്യാദയ്ക്ക് എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കാച്ച അതിനും സമ്മതിക്കില്ല. ഓരോന്ന് വന്നോളും. കള്ളനങ്ങള്. ആര്? നിങ്ങള്. ആനക്കള്ളനാ. ആനക്കള്ളനല്ല, കോഴിക്കള്ളനാ. ചത്ത കോഴിനെ കൊണ്ടുവന്നിട്ട് പീസ് ആക്കിയിട്ട് മസാല കൂട്ടി പൊരിച്ചിട്ട് ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കും. നിങ്ങളുടെ ഭക്ഷണം കഴിച്ച് എത്ര ആൾക്കാർ രോഗികളായിട്ടുണ്ട്? നോക്ക്, പിരാന്താന്ന് ഞാൻ നോക്കൂല, തലക്ക് ഞാൻ മേടും. ഇപ്പൊ വന്ന ആൾക്കാർ ആരാണ്? ഫുഡ് ഇൻസ്പെക്ടേഴ്സ് ആണ്. എനിക്കറിയാം. നിങ്ങൾ ഭക്ഷണത്തിന് മായം ചേർക്കണ്ടോ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഇൻസ്പെക്ടേഴ്സ് ആണ് അവര്. വേണ്ടി വന്നാൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് അവർക്ക് ജയിലിലിടാം. അറിയാമെങ്കിൽ ഞാൻ നിങ്ങൾ എന്തിനാ കൈക്കൂലി എടുത്തത്? എന്തിനാ കൈക്കൂലി എടുത്തത്? ആര് കൊടുത്ത്? നിങ്ങളെ കൈക്കൂലി എടുത്തൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭക്ഷണത്തിന് മായം ചേർത്ത് തന്നാ നിങ്ങൾ കടകൂട്ടി പോകുമ്പോ കഴുത്ത് മുറുക്കി കൊല്ലും ഞാൻ. എന്താണ് സത്യശീല? ഇവിടെ വന്ന ഇതിലും കളറുണ്ട്, എന്നാലും കുഴപ്പമില്ല. വയറ് വെച്ചുമ്പോ ആരെ പാകത്ത് നോക്കാം. തിന്നോളൂ, നന്നായിട്ട് തിന്നോളൂ. പള്ളർച്ചും തിന്നാ ഒച്ചയും ബഹളൊന്നും കുറച്ചാ മതി. എന്തിനാ നിക്കണ? അല്ല നിങ്ങൾ പോയിക്കോളൂ. ചെറിയ നോക്കിക്കുക.
സാറേ അവിടെ ഇതുണ്ടോ വെള്ള കളർ ഡോ ഇതിലെന്തൊന്നും ഈച്ചൊന്നും കാണാനില്ലല്ലോ. അത് എല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുമല്ലോ മാഡം. പിന്നെ എങ്ങനെ ഈച്ച വരാൻ? വൃത്തിയായിട്ട് സൂക്ഷിക്കണോണ്ടോന്നല്ല, പിന്നെ അത്രയും തീവ്രമായിട്ടുള്ള കീടനാശിനി അതില്. ഇതിലാ ഈച്ചൊന്നും ഇതിന്റെ അടുത്തേക്ക് പോലും വരില്ല സാറേ. ഈച്ചക്ക് വിവരമുണ്ട്, മനുഷ്യന്മാർക്കാണല്ലോ വിവരമില്ലാത്തത്. അല്ല പിന്നെ എടോ ഈ മുന്തിരി ആപ്പിള് സാധനങ്ങളൊന്നും ഇവിടെ വിൽക്കാൻ പാടില്ല. അതെന്താ? അപ്പൊ എൻഡോസൾഫോൺ പോലത്തെ മാരകമായിട്ടുള്ള വിഷങ്ങളാണ് ഇതിൽ തയ്ച്ചിരിക്കുന്നത്. ഇതൊക്കെ ചെക്ക് ചെയ്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അറിയാം എനിക്ക് സാറേ അത്ര വിഷയമൊന്നുമില്ല സാറേ. ഇതില് എത്രയോ പേര് മേടിച്ചോണ്ട് പോകുന്നത്. എങ്കിൽ അവരൊക്കെ അങ്ങ് ചത്തുപോലായിരുന്നു. എന്താ ഇയാൾ പറഞ്ഞു? ഒന്ന് പറഞ്ഞു കൊടുക്കും മാഡം. എടോ ഈ മാമ്പഴം ഉൾപ്പെടെയുള്ള മൂപ്പെത്താത്ത പല പഴവർഗ്ഗങ്ങളും എന്തൊരു മൂപ്പെത്താത്ത പല പഴവർഗ്ഗങ്ങളും ഓ. അതൊക്കെ പാകാക്കണത് എങ്ങനെയാ? എങ്ങനെയാ? കാർബൈഡ് കാരണ. ആ. ഇതാ നോക്ക്, മലാത്തിയോൺ, പാരത്തിയോൺ, എത്തിയോൺ. ഇതൊക്കെ പുതിയ മാങ്ങയുടെ പേരാണ്. അങ്ങനെ വരല്ല, പിന്നെ വിഷം വിഷം. ഇതൊക്കെ അടിച്ചിട്ടാണ് ഈ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ നല്ലപോലെ ചിരിച്ചിരിക്കണത്. അപ്പൊ ഈ ഓറഞ്ച്, ആപ്പിള്, മുന്തിരി, സപ്പോട്ട ഇതൊന്നും ഇവിടെ വിൽക്കാൻ പറ്റില്ല. അതെന്താ മാഡം? പറ്റില്ല. എടോ ഈ തണ്ണിമത്തല് വരെ അവിടെ ചുമപ്പ് നിറം കിട്ടാൻ വേണ്ടിട്ട് രാസവസ്തു ചേർത്തതാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അറിയാം നിങ്ങക്ക്? ഇല്ല, അറിയത്തില്ല. എന്താ ഇവിടെയും പ്രശ്നം നിങ്ങക്ക്? എന്താ നിങ്ങൾ ഇവിടെ? നിങ്ങൾക്ക് നിങ്ങളുടെ കടയിൽ ഇരുന്നാ പോലെ നമ്മുടെ കളി തന്നെയാണ് സാറേ. ഇത് നിങ്ങളുടെ കടയാണ്. അത് ശരി. അപ്പൊ എല്ലാ സാധനത്തിനും മായം ചേർത്ത് കുടുംബ സാധനം വിൽക്കാറിങ്ങിരിക്കാണ്. അല്ലോ അങ്ങനൊന്നും പറയരുത് സാറേ. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടി? എടാ ആ നല്ല പയ്യൊക്കെ നോക്കിട്ട് ഓരോ കവറിലാക്കി സാധനം കൊടുക്കടാ. പറഞ്ഞു കേട്ടിട്ട് പോയാൽ മതി. നിങ്ങൾ ഇവിടെ വരി. ഞങ്ങൾക്ക് ലാബിലേക്ക് അയക്കാൻ വേണ്ടി എല്ലാ സാധനങ്ങളും ഒരു 10 കിലോ തൂക്കി അങ്ങോട്ട് അയക്കും. അന്തോ 10? എന്താണ് 10 കിലോ? അതിന് കൂടണോ? അവളെ 10 വേണോ? ഒരു 5. 5 കിലോനാ? ഓ 5 കിലോനാ വേണ്ടത്. ആ മുന്തിരി ഇങ്ങോട്ട് എടുക്ക്. മുന്തിരി ഇങ്ങോട്ട് എടുക്ക്. ഇതെടുക്ക്. നീ 5 കിലോ തൂക്കി എന്താ ഉണ്ടാകുമെന്ന് അറിയാം എനിക്ക്. ഈ മുന്തിരിയിലൊക്കെ എൻഡോസൾഫാൻ പോലത്തെ മാരകമായിട്ടുള്ള വിഷങ്ങളാണ് തെളിച്ചിരിക്കുന്നത്. ഇതാ ഈ വെള്ള പാണ്ട് കണ്ടാ? ഇതൊക്കെ എൻഡോസൾഫാനാണ്. ഇതിന്റെ ഒക്കെ മുകളിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. നീ മാണ്ട 10 കിലോന് 5 കിലോന് എന്താ തൂക്കണത്? നീ 10 എടുത്തോ? 10 10 തൂക്ക്. 10 എടുത്തോ? വർത്താനം പറയേണ്ടത് പുതിയ ആളാണ്, അതുകൊണ്ടാ. അല്ല അത് കാരണം മനസ്സിലാക്കി കൊടുക്കാൻ. മരത്തിന് വേറെ എന്തെങ്കിലും വേണോ? അല്ല വേറെ കുടിക്കാൻ എന്തെങ്കിലും വേണം നമുക്ക്? സപ്പോർട്ട് വേണോ? ഇക്കാര്യത്തിൽ നിങ്ങളുടെ സപ്പോർട്ടിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക്. സപ്പോർട്ടല്ല സാർ, സപ്പോർട്ടാ. ആ സപ്പോർട്ട് ഒരു 10 കിലോ എടുത്തിട്ട് വണ്ടിയിൽ കയറ്റി വെക്കും. ആ ശരി. എന്നാൽ അപ്പൊ അവിടെ ഓഫീസിൽ കാണാം. ഒറ്റനാട്ടിനെ പറ്റി താടി വെച്ച് നടക്കാണ്. എല്ലായിടത്തും വന്ന് കളിക്കണേ. ഇതിലൊക്കെ നിങ്ങൾ മാരകമായിട്ടുള്ള വിഷങ്ങൾ തെളിച്ചു വെച്ചിരിക്കുകയാണ്. പാടാണെങ്കിൽ ചെയ്യണം. പഴം ചെയ്യണ്ടേ? വേണ്ടേ? അതെന്താ പഴം ചെയ്യാത്ത? എത്ര കാലം ഇങ്ങനെ വെച്ചാലും പഴം ചെയ്യില്ലല്ലോ. മലയാളികൾക്ക് ഇപ്പൊ തുടങ്ങിയ സൂക്കറാണ്. പണിക്ക് പോയിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് ആപ്പിളും മുന്തിരിയൊക്കെ വാങ്ങിക്കൊടുക്കും. ആപ്പിളും മുന്തിരി വാങ്ങിക്കൊടുക്കണ സൂക്കരുതാ ഇപ്പൊ തുടങ്ങിയതാ മലയാളിക്ക്. മലയാളികളല്ലേ അവര് കൊലയാളികളാണ്. അനക്കിപ്പോ എന്താ മാണ്ടിയേ? നമുക്ക് ഒരു ആപ്പിൾ തന്നെ ശരിയാവൂ. അപ്പൊ ഒരു ആപ്പിളും കിടക്കടാ. എന്തേത്താണ് ഇവനെ കൊണ്ട് വലിയ ശല്യമാണല്ലോ. തിന്നോട് തിന്നോട്. ഇത് കെമിക്കലാ. ഇത് കെമിക്കലാ. നല്ല മിനുസം വരാൻ വേണ്ടിട്ടേ, മിനുസം കാണാൻ വേണ്ടി തോന്നുന്ന കെമിക്കലാ. ഇത് കേടില്ല. അവിടെ എത്ര ഇരുന്നാലും കേടില്ല. ഉണ്ടാക്കി തിന്നണ്ട. ആ കെമിക്കലാ. തിന്നോട്. ആ ബസ് സ്റ്റോപ്പിലും പോയി കുത്തിരുന്നോ? അങ്ങോട്ട് പോയിക്കാ. എന്താ അരിയാ സാധനം? എന്താ വേണ്ടേ? ഒന്നും വേണ്ട, അക്ക ശരിയാക്കി തരപ്പോ. എന്താ കളർ എക്സ്ട്രാ ചേർത്തിരിക്കുന്നു. കളറോ? ആ മുളക് പൊടി എടുക്ക്. നോട്ടെ, മുളക് പൊടിയാതാ? ഇത് ഇഷ്ടിക പൊടിയാ. ഇഷ്ടപ്പൊടിയല്ല, അത് മുളക് പൊടിയാണ്. കണ്ടറിയാണോ ഇഷ്ട പൊടിയാന്ന്? സാറേ ഇതുണ്ടോ മല്ലിപ്പൊടിന്റെ പേര്? ഇടിച്ചു പൊടിച്ച് ചേർക്കണത് ഉണക്ക ചാണക. അല്ലല്ല, മല്ലിപ്പൊടി തന്നെ. അത് ജയ ജയ ജയ. തന്റെ ഭാര്യയുടെ പേര് ഞാൻ ചോദിച്ചു. അല്ല, സൂപ്പർ ഫൈൻ അരിയാണ്. സാറേ ഈ അരിയിൽ പോളിഷ് ചേർത്തുണ്ട്. കണ്ടറിഞ്ഞൂടെ? ഞാൻ നോക്കിയാണ്. പട്ടാണി പട്ടാണി ശരിയാണ്. ഇതൊക്കെ പച്ച കളർ എക്സ്ട്രാ ചേർത്തിരിക്കുകയാണ്. നിങ്ങൾ ആ മുതലാളിനെ വിളിക്കും. ഇപ്പൊ വരും. നേരെ കുറെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്. വിളിക്കാം, ആളെ വിളിക്കും. എന്താണ് വലിയ ഇടങ്ങറായില്ല നിങ്ങളെ കൊണ്ട്? ഞാൻ പോണോടത്തൊക്കെ നിങ്ങൾ കേറി വരാന്ന് വെച്ചാ എന്റെ മുതലാളി ഇതൊക്കെ ചാണകമാണ്. ഇതൊക്കെ എന്താ കഥ? അത് ആരാണ് നിങ്ങള്? നമ്മളിന്റെ മുതലാളി. ഇവിടുത്തെ മുതലാളി നിങ്ങളാണ്. അല്ലൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ. നിങ്ങൾ എന്താ ബോംബിന് മുകളിലെ നായാണ്? ഞങ്ങൾ പോണോടത്തൊക്കെ പിന്നാലെ വരാൻ? അല്ല, ഇത് നമ്മളെ കടന്നെ, നമ്മളെ സിസ്റ്റർ കൺസേണാ. ഇതും നിങ്ങളുടെ കടയാണ്. നമ്മൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടിട്ടേ. എന്റെ ചങ്ങാതി ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത്രയും സ്ഥാപനങ്ങളും നിങ്ങൾക്കെങ്കിലും മായം ചേർക്കാത്ത സാധനം വിറ്റൂടെ ഇവിടെ? സാറെ, കണ്ണു ചോല്ലാത്ത ഭർത്താൻ പറയരുത്. ഇതൊന്നും നമ്മൾ ചേർക്കുന്നത്. ഇതൊക്കെ ചേർത്തിട്ട് അന്യനാട്ടിൽ ഇങ്ങോട്ട് വരില്ലേ? അതുകൊണ്ടാ പറഞ്ഞത്, ഇത്രയും കടകളുള്ള നിങ്ങൾക്കെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ എടുക്കാണ്ടിരുന്നൂടാ. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം അവരെ. എന്താണ് സാറേ, നമുക്ക് ജീവിച്ചു പോണ്ടേ? ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ അരി നോക്ക്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ കൈ കാണിക്ക്. ഇത് കേട്ടാ,
പോളിഷ് ചേർത്ത് വന്ന സാധനമാണിത്. എന്താണ് സാറേ പറഞ്ഞ കണ്ണ് ചോല്ലാത്ത വർത്താനം പറയില്ലേ നിങ്ങൾ? പട്ടാണിയോ? പട്ടാണിക്ക് എന്താ പുത്തൻ പട്ടാണി? പുത്തൻ പട്ടാണിയല്ലേ, പുതുമഞ്ഞാണി. ഞാൻ നോക്ക്, 2 റുപ്യക്ക് റേഷൻ അരി മേടിച്ചിട്ട് പോളിഷ് ചേർത്തിട്ട് കടലിൽ വിൽക്കണ കാര്യം അറിയണവരാണ് ഞങ്ങള്. അത് നമ്മൾ ചെയ്യൂല. ആ മുളകുപൊടിയിലോ? മുളകുപൊടിയിൽ എന്താ കുഴപ്പം? ഇഷ്ടിക പൊടിച്ചു ചേർത്തിട്ടില്ല. നോക്ക്, ആര് ചേർത്തു ആര് വിറ്റു എന്നുള്ളതല്ല പ്രശ്നം. ഈ കള്ളത്തരം ചെയ്യണവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. അത് വേറെ കാര്യം. അല്ല ഞാൻ ചുരുക്കത്തിൽ കുറച്ച് ബാത്തുമുട്ടയും കോയിമുട്ടയും എടുത്ത് പൊയിഞ്ഞെടുക്കട്ടെ, കുറച്ച് കൊണ്ടുപോയാലോ? നിങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് കെട്ടിപ്പോയി ഞങ്ങൾക്ക് ലാബിലേക്ക് ആക്കി ചെക്ക് ചെയ്യാനുള്ളതാണ്. നിങ്ങൾ സാധനങ്ങൾ, പഞ്ചാര സാധനങ്ങളൊക്കെ എല്ലാവർക്കും കുറച്ചേ ഒക്കെ എടുത്തോ. എല്ലാ സാധനം എടുത്തോ, കശുവണ്ടി എടുക്കും, എല്ലാം കയറ്റി കൊടുക്ക്. പണ്ടാര അടക്കട്ടെ. അല്ല പഞ്ചാര എടുക്കട്ടെ എന്ന് പറയേ. പഞ്ചാര എടുത്തോ 10 കിലോ. എന്താണ് സത്യശീല, അന്നെ കൊണ്ട് വലിയ അടങ്ങറായില്ല മോനെ. ഞാൻ അല്ലെങ്കിൽ തന്നെ ഇവിടെ പിരാന്തി പിടിച്ച് നിൽക്കണേ. എവിടെ പോയ നോക്കിച്ചാല് ഇവിടെ എനിക്ക് തരാൻ ഒന്നുമില്ല. തേങ്ങാപ്പിണ്ണാക്കല്ലേ? ആവു മനസ്സിനാ കൊച്ചു തേങ്ങാപ്പിണ്ണാക്കും കാടി വെള്ളം എടുത്ത് അതിനെ കൊണ്ട് ആ തെങ്ങിന് മേലെ കൊണ്ട് കെട്ട്. ഇങ്ങനെ ഒരു സാധനം ഒരു 10 കിലോ തേങ്ങാപ്പിണ്ണാക്ക് എനിക്കും തന്നോ. ഇവിടെയും കൊടുക്ക് കുറച്ച് കൊണ്ടേക്കോട്ടെ. പൂച്ചാളെന്നാല് ഓരോന്ന് ഇറങ്ങിക്കളൂ. സമാധാനം എനിക്ക് എന്റെ കുഴപ്പ സാറേ, നമ്മളെ കേസ്, നമ്മളെ ഹോട്ടലിന്റെ കേസ്. ഹോട്ടല് എടോ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങളുടെ ആ സാധനങ്ങളിൽ മുഴുവൻ നിങ്ങൾ അജീനമോട്ടോ ഇരിക്കുകയാണ്. പിന്നെ ഈ മധുരത്തിന് പകരം എന്താണ്? പഞ്ചസാരക്ക് പകരം സാക്രീൻ. ഈ സാക്രീനൊക്കെ പ്ലാസ്റ്റിക് കംപ്ലൈന്റ് ആക്കുന്ന സാധനം അറിയോ? പിന്നെ ഈ യൂറിനൽ ബ്ലാഡറില്ലേ, അതിൽ ക്യാൻസർ വരും. എന്താ ചെയ്യാ? ഒഴിഞ്ഞു പൂജയായി കേസ് ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ പറയരുത് സാറേ, ചെയ്യേണ്ടത് എന്തുവാണെങ്കിലും നമ്മൾ ചെയ്യൂ. നിങ്ങൾ നമ്മളെ രക്ഷിക്കണം. അങ്ങനെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ചെയ്ത പൂജ വലിയ രീതിയിൽ തന്നെ ചെയ്യൂ. ചെയ്യോ? ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഈ പഴം കഴിക്കട്ടെ. അപ്പൊ ഒരു കാര്യം, ഞാൻ ഈ പഴം തിരിഞ്ഞിരുന്ന് കഴിക്കാം. ആ സമയത്ത് നിങ്ങൾ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ മേശ ഇരിക്കട്ടോ. ഈ മേശൽക്കോ? ഈ മേശ ഇരിക്കട്ടോ. നേരിട്ട് തന്നാ പോലെ. അങ്ങനെ നേരിട്ട് തന്നാൻ പറ്റും. ഞാൻ കാണാൻ പാടില്ല. സാറ് തിരിഞ്ഞോളി. ഓരോരോ ആചാരങ്ങളാണ് സാറേ ഇട്ടിക്കണ്. ഇനി കുഴപ്പമില്ല. ഇനി എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ഒഴിവാക്കി തരാം. ആണോ? ഒരു പ്രശ്നമില്ല, നിങ്ങൾ പോയിക്കോളൂ. സന്തോഷമായിട്ട് പോവാലോ. വീടിൽ ആള് കുറവാണ്. ശരി എന്നാൽ സാറ് നല്ല ഉറക്കാണല്ലോ. സാറേ സാറേ എന്താ പിന്നെ വന്നാ നിങ്ങൾ? അല്ല ഇവിടുന്ന് വിളിച്ചാ വരാണ്ടക്കാൻ പറ്റുമോ? ആര് വിളിച്ചു? എപ്പോ വിളിച്ചു? എന്തിനു വിളിച്ചു? വിളിച്ച് നമ്മളെ കേസ് മേപ്പെട്ട് കായ്ക്കാൻ പോലെ. സംഭവം ഇങ്ങനെ പോവാണെങ്കിൽ കേസ് ഹെഡ് ഓഫീസിൽ അയക്കേണ്ടി വരും. അല്ലോ അത് ചതിയാണ്. സാർ ഇന്നാള് നമ്മളോട് എന്താ പറഞ്ഞേ? കേസ് എടുക്കൂലെന്നല്ലേ? കേസ് എടുക്കാണ്ടങ്ങനെ ശരിയാവണം. പിന്നെ അതിന് ശേഷം നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. അതിന് മുമ്പ് നമ്മൾ വന്ന് കണ്ട് തന്നതല്ലേ? തന്നെന്ന് പറയരുത്. ഈ മേശയിൽ ഇട്ടിട്ട് പോയി എന്ന് പറയും. അത് തന്നിട്ട് ഇങ്ങനെ പോവാണെങ്കിൽ സംഗതി ഹെഡ് ഓഫീസിലേക്ക് പോകും. സംഭവം അത് മാത്രം ചെയ്യരുത് സാറേ. എന്താണ്? സാറിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിക്കണം. സാർ ഇതൊന്ന് തിന്നിട്ടേ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിരുന്നാളി. നിങ്ങളെ സ്വഭാവമൊക്കെ നമ്മൾ പഠിച്ചിക്കണേ. ശരി, എന്തിനാവട്ടെ, കേസൊക്കെ നമുക്ക് ഒതുക്കാവുന്നു. സാറേ ഇട്ട് കുഴപ്പമില്ല, ഒക്കെ ശരിയാക്കി സാറേ. എന്താ പ്രശ്നം? അപ്പൊ ഇനി വരുമ്പോ കാലാവധി തീർന്നു മാത്രം പറയരുത്. അത് മാത്രമേ ഞാൻ പറയില്ല. മാറ്റിട്ട് വേറെ എന്തെങ്കിലും പറയാം. ഓ എന്താണ് സാർ അതിനായിട്ട് എന്താ ചെയ്യാൻ? നിങ്ങൾ ലോകത്തുള്ള പീഡിയ മുക്കാലും നിങ്ങളുടെയാണ്. പിന്നെ ഇതിങ്ങനെ കൊണ്ടുവന്ന് കയറാൻ വേറെ ആൾക്കാരെ കിട്ടുമോ ഞങ്ങൾക്ക്? ഇതൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഹെഡ് ഓഫീസിലേക്ക് പോകും സംഭവം. അപ്പൊ നമ്മൾ ഇനിയും വരേണ്ടി വരും. ഇതിപ്പോ പലചരക്ക് കട മാത്രമായിട്ടുള്ളൂ. ഇനി ഫ്രൂട്ട്സ് കടയുണ്ട്, അതുകൊണ്ട് ഇതുണ്ട്, എല്ലാ പച്ചക്കറി കട, സകല കടയുണ്ട്. നിങ്ങൾക്ക് വരേണ്ടി വരും. അപ്പൊ എനിക്ക് പോവാലോ അല്ലേ? പോയി നിങ്ങൾ. ഞാൻ ഈ പഴം തിന്നട്ടെ. ഓ അത് തീരുമ്പോഴേ ഇതും കൂടി അണ്ണാക്കിലേക്ക് ഒന്ന് കുത്തി കയറ്റിക്കാളി. പിന്നെ ഈ വേഷം നല്ല ചേർച്ചിട്ട് മത്സരിക്കും. എന്താ ഭംഗി ആ കണ്ണു നോക്കി. എന്റെ രാജകൊട്ടാരത്തിനു മതിലുകളില്ല, എന്റെ നാട്ടിൽ എനിക്ക് വേറെ രാജാക്കളില്ല. ഇതൊരു ഓഫീസാണ്. എന്താണ്? ഇതൊരു ഓഫീസാണെന്ന്. ഇതൊരു ഓഫീസാണോ? അയ്യോ ഇത് ഓഫീസാണോ? പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര കള്ളന്മാരാ. നിങ്ങൾ ആ മൊയ്തുവിന്റെ കടയിൽ കയറിയിട്ട് എന്തെല്ലാം സാധനങ്ങളാ കൊണ്ടുപോയത്? മാഡം എന്താ കൊണ്ടുപോയി? നിങ്ങൾ ഒരുപാട് പൈസ കൈക്കൂലി വാങ്ങിയില്ലേ? അതെ, ഞങ്ങൾ പലരുടെ കൈക്കൂലിയും മേടിക്കും, പറ്റിക്കുകയും ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാണ്? നീ ആരാണെന്ന്? ഞാൻ ആരാണെന്നല്ലേ?
മൊയ്തുക്ക ഒന്നേ ഞാൻ ആരാണ് ഈ സാറന്മാർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തേ. മനസ്സിലായില്ല അല്ലേ? ഇതാരാന്ന് മനസ്സിലായില്ല. സാറേ, ആ പോക്കറ്റിൽ കിടക്കുന്ന ഐഡന്റിറ്റി കാർഡ് എടുത്തൊന്ന് കാണിച്ചു കൊടുക്കി, ഓരോന്ന് കാണട്ടെ. വായിച്ചു നോക്കണോ? ഇംഗ്ലീഷ് മലയാളമൊക്കെ വായിക്കാറിയില്ലേ? ഞാൻ MA വരെ പഠിച്ച ഒരു പൊട്ടനാണെന്ന് മൊയ്തുക്ക പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും കൂടെ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? ഡോ, 5 നേരം നിസ്കരിക്കണ ഒരു മുസൽമാനാ നമ്മൾ ഇത്രയും കാലം നമ്മളെ കച്ചവടത്തിൽ മായം കലർത്തിയിട്ടില്ല. പക്ഷെ ഈ സാറ് പറഞ്ഞ കാരണം കൊണ്ട് നമ്മളെ കടയിൽ പച്ച കോയിനെയും ചോന്ന കോയിനെയും മഞ്ഞ കോയിനൊക്കെ പിടിപ്പിച്ച് അന്നപ്പോലുള്ളവരെ കുടുക്കാൻ വേണ്ടി തന്നെയാണോ നമ്മളത് ചെയ്തത്? നിങ്ങളെ പോലെ നിയമങ്ങളിൽ മായം ചേർക്കുന്നവരെ പിടിക്കാൻ തന്നെയാണ് എന്നെ പോലുള്ള മായാവികളെ സർക്കാർ നിയോഗിക്കുന്നത്. ഒന്നും വേണ്ട, ബാക്കി നമുക്ക് ഒരു കാര്യം നമ്മൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മാത്രല്ലേ, ഇതുപോലെ സർക്കാർ ഓഫീസിൽ അലമ്പ് കളിക്കണ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഇതൊരു പാടായിട്ടിരിക്കട്ടെ. ഓ വണ്ടി എടുക്ക്. ആ കണ്ണട എടുത്ത് മുഖത്ത് വെക്കടി. കണ്ണട വെക്കാൻ കണ്ടൊരു സ്ഥലം. വരി സാറേ.